നമ്മളൊക്കെ സാരി ഉടുക്കുമ്പോൾ സൈഡ് പോർഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ വലിച്ചിട്ട് സൈഡിലേക്ക് പിന്നെ കുത്താറില്ലേ? അതൊരു വലിയ മിസ്റ്റേക്കാണ് കേട്ടോ. അങ്ങനെ കുത്തി കഴിയുമ്പോൾ നമുക്ക് വയറുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെ നല്ല ഫീൽ കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ കുത്തരുതെന്നല്ല, കുത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ നേവലിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം വലിച്ച് നല്ല രീതിക്ക് പിന്ന് കുത്താൻ. പിന്ന് കുത്തുമ്പോഴാണെങ്കിലും നമ്മളത് ഡബിൾ ലോക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലാണ് നമുക്കത് ടൈറ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. അവിടെ ഒരു വി ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബൾജിങ് ഫീൽ ചെയ്യില്ല കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പ്ലീറ്റ് എടുക്കുമ്പോഴാണേലും ഒരു കുറച്ച് പോർഷൻ അത് കുത്തിയതിന് ശേഷം വിട്ടിട്ട് വേണം ബാക്കി പ്ലീറ്റ്സ് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുമ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മുടെ ആ ലാസ്റ്റ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതൊരു വലിയ പ്ലീറ്റ് ആയിട്ട് കൊടുക്കണം. എങ്കിലാണ് ഫ്രണ്ട് പോർഷൻ നല്ല ഒതുങ്ങി കിട്ടുള്ളൂ. ഇനി ടക്ക് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ നേവലിൻ്റെ സെൻറ്റർ ആയിട്ട് വേണം ടക്ക് ചെയ്യാനായിട്ട്. ദെൻ നമ്മൾ ആദ്യം വിട്ട ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് ഇതേപോലെ സൈഡിലെ ഹോൾ വഴി എടുത്തിട്ട് അതൊന്ന് വലിച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാവേ. ഇനി വയറുണ്ടെങ്കിലും നമുക്ക് ഓവർ ബൾജ് ചെയ്യാണ്ട് എന്നാൽ സൈഡ് പോർഷനൊക്കെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. സാരി നല്ല ഒതുക്കത്തിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.